ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന വെബ് സീരീസ് ഫാർമ. അതിൻ്റെ റിവ്യൂ ആണ്. ഇത് കണ്ടു കഴിഞ്ഞ് എൻ്റെ അമ്മോ 8 എപ്പിസോഡായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഡയറക്ടർ, റൈറ്റർ PR അരുൺ. ഇതിൻ്റെ ഫ്രെയിം ഒക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിച്ച് ആയിട്ടാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇച്ചിരി റിച്ച് ആയിട്ട് അവർ എടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പിന്നെ അത് മെയിൻ റോൾ ചെയ്തേക്കുന്നതാണ് നിവിൻ പോളി, ബിനു പപ്പു, പിന്നെ ശ്രുതി രാമചന്ദ്രനും വീണ നന്ദകുമാറും ഇവരൊക്കെ ഉണ്ട്. പിന്നെ നരേ, ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ റോൾ ചെയ്തേക്കുന്നത്. ഇത് കണ്ട് തീർത്തിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതൊരു എലാസ്റ്റിക് പോലെ വലിച്ച് കൊണ്ടുപോയ ഒരു സമയം കളഞ്ഞ ഒരു വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ആദ്യത്തെ എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ വീതം എന്ന് വെച്ചാൽ ഒരു 20-25 മിനിറ്റുള്ള ഒരു 8 എപ്പിസോഡാണുള്ളത്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതൊരു 3 എപ്പിസോഡോ 4 എപ്പിസോഡായിട്ട് ചുരുക്കായിരുന്നു. അത്രയായിട്ട് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 എപ്പിസോഡ് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നിയായിരുന്നു. ആദ്യത്തെ 2 എപ്പിസോഡ് അതിനകത്ത് നിവിൻ്റെ നല്ലൊരു പെർഫോമൻസ് അതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി പോയേക്കെന്ന് പറഞ്ഞാൽ 2026 തുടങ്ങി ഒരു ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ് വെബ് സീരീസ് തുടങ്ങുന്നത്. പിന്നെ അത് നേരെ 2008 പോകുന്നു, 2018 അങ്ങനെ മാറി തിരിഞ്ഞും അവിടെ നടക്കുന്ന പ്രസൻറ്റും പാസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടി അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിവിൻ പോളിയുടെ, ഞാൻ പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ പെർഫോമൻസ് ആദ്യത്തെ 2 എപ്പിസോഡിൽ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ അങ്ങോട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി മേപ്പോട്ടല്ലേ പോകുന്നത്. ഇത് ഓരോ എപ്പിസോഡ് കഴിഞ്ഞപ്പം സ്റ്റെപ്പ് ഇറങ്ങി 8 എപ്പിസോഡായപ്പം താഴെ നിലം കുത്തുന്ന ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ റെപ്പാണ്. പുള്ളിക്കാരൻ 2008 ജോയിൻ ചെയ്യുന്നു മെഡിക്കൽ റെപ്പായിട്ട്. പിന്നെ ആ മെഡിക്കൽ റെപ്പുകാരുടെ ഒരു ജീവിത ശൈലി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതി കറക്റ്റ് അവർ ഇതിനകത്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കാണിക്കുന്ന ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. ഒരു 2 മിനിറ്റോളം അങ്ങോട്ട് 2-3 മിനിറ്റ് അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു. ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ സെക്കൻഡ് എപ്പിസോഡിൽ അങ്ങോട്ടാണ് തോന്നുന്നത്. ആ ഒരു സിംഗിൾ ഷോട്ട് അവർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അറിയാലോ, ഈ ഒരു മെഡിക്കൽ റെപ്പുകാരുടെ ജീവചരിത്രവും ജീവിതത്തിലും പിന്നെ അതിന് ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഒരു ചെറിയൊരു തീം എന്ന് പറഞ്ഞാൽ ഈ കൈഡോക്സിൻ, സാത്തി എന്ന് പറഞ്ഞൊരു സംഘടന കൈഡോക്സിൻ എന്നുള്ള ഒരു മെഡിസിന് എതിരെ പോരാടുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ടോട്ടലി തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ ഏത് മരുന്ന് നമ്മൾ കഴിക്കുന്നുള്ള രീതി ആക്കി വന്നു. അപ്പം ഡോക്ടർമാരെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് ടോട്ടലി ഒരു ആവറേജിൽ താഴെ നിൽക്കുന്ന ഒരു വെബ് സീരീസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിനകത്ത് വീണ നന്ദകുമാർ ഒരു ബിസിനസ് മാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ശ്രുതി രാമചന്ദ്രൻ ഡോക്ടറായിട്ട് നല്ല രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ബിനു പപ്പ് ഒരു മെഡിക്കൽ റെപ്പ് ഹെഡായിട്ട് വരുന്നുണ്ട്. ആ പുള്ളിക്കാരനെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ജീവിതത്തിലെ ഇമോഷൻസ് എല്ലാം കൂടി കാണിച്ച് ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആളുകൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഒരു ഹൂക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു അടുത്ത എപ്പിസോഡ് എന്തോ വരും എന്നുള്ള രീതി ഇതിനകത്ത് കാണിച്ച് വന്നിട്ടില്ല. തിരക്കഥ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചില രീതിയിൽ നമുക്ക് ജമ്പ് ചെയ്ത് പോകുന്നതിലോട്ട് തോന്നും. കാരണം ഒരു സീനിൽ തന്നെ 2 ഷോട്ടുകൾ കാണിക്കുമല്ലോ, ആ ഷോട്ട് യോജിക്കാത്ത രീതിയിലൊക്കെ ഉള്ള ജമ്പിങ് നടക്കുന്നുണ്ട്. പിന്നെ കളർ ഗ്രേഡിങ് നോക്കുകയാണെങ്കിൽ ഒരു റിച്ച് ആയിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു 2 എപ്പിസോഡ് കണ്ടപ്പം ഞാൻ വിചാരിച്ച് ഇതെന്തായിരുന്നു സിനിമയാക്കാനെന്ന് തോന്നി. ഇനി ഇപ്പോൾ നല്ല പെർഫോമൻസ് കാണിക്കാനുണ്ടായിരുന്നു. പിന്നെ വന്നപ്പം ഇത് സിനിമയാക്കിയായിരുന്നെങ്കിൽ നിവിൻ പിന്നെ ഫീൽഡ് ഔട്ടായി പോയനെ. പക്ഷേ ആദ്യത്തെ 2 എപ്പിസോഡ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് വന്ന് ഒരു അരോചകമായിട്ടാണ് തോന്നിയത്. ഒരു എലാസ്റ്റിക് ആയിട്ട് വലിച്ചു പോകുന്ന ഒരു ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, ചുമ്മാ അത് വലിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു വെബ് സീരീസ് അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരാശയായിട്ട് തന്ന ഒരു വെബ് സീരീസ് ഫാർമ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.